പ്രിയപ്പെട്ടവരെ, സഞ്ചാരവും ചരിത്രവും പറയുന്ന പാർട്സ് ഓഫ് കേസിലേക്ക് സ്വാഗതം. 2 പകലും 1 രാത്രിയും കൊണ്ട് ബാംഗ്ലൂരിൽ നിന്നും ധർമ്മസ്ഥലം വരെ പോകാം. അവിടുത്തെ കാഴ്ചകളും മടങ്ങുമ്പോഴുള്ള കാഴ്ചയുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതാണ് എൻ്റെ പാർട്ണർ. ഞങ്ങൾ സ്നേഹിച്ചും വഴക്കുകൂടിയും ഒരുമിച്ചിട്ട് 33 കൊല്ലം കഴിഞ്ഞു. അതിരാവിലെ ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെട്ടതാണ്. കുനികൾ എന്ന സ്ഥലത്ത്. ഇത് മരുമകനാണ്. അവൻ പറഞ്ഞു ഇവിടുത്തെ തട്ടുകടയിൽ നല്ല ഫുഡുണ്ടെന്ന്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഇഡ്ഡലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കല്ലിൽ വെച്ചാണ് അത് ചുടുന്നത്. ഇതെൻ്റെ മകൾ, തൊട്ടടുത്തിരിക്കുന്നത് ഭാര്യ, പിന്നെ പേരക്കുട്ടി. ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം കർണാടകയിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ധർമ്മസ്ഥലത്തേക്കാണ്. ബാംഗ്ലൂരിൽ നിന്നും നെലമംഗല, ഹാസൻ, ബെൽത്തങ്ങാടി, ധർമ്മസ്ഥലം ഇതിനിടയിലെ പ്രധാന സ്ഥലങ്ങളും കാഴ്ചകളും. ഏകദേശം 300-320 കിലോമീറ്റർ ദൂരമുണ്ട്. യാത്ര തന്നെ 7 മണിക്കൂർ വേണ്ടിവരും. പോകുന്ന വഴിയിലെ പ്രധാന കാഴ്ചകളും ധർമ്മസ്ഥലത്ത് 1 രാത്രി തങ്ങി അടുത്ത ദിവസം മടങ്ങി വരുമ്പോഴുള്ള പ്രധാന കാഴ്ച സ്ഥലങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെൻ്റെ പേരക്കുട്ടി. വളരെ വികൃതിയാണ്. ചിരിക്കാൻ പറഞ്ഞാൽ കരയും, അല്ലെങ്കിൽ കൊഞ്ഞണം കുത്തും. എൻ്റെ മടിയിലിരുന്ന് കൊണിയുകയാണ്. ഞാൻ ക്യാമറയിൽ ചിരിക്കാൻ പറഞ്ഞു. അതാണ് ഇവൻ്റെ പ്രശ്നം. വാഹനം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഇവൻ്റെ വികൃതിയുമൊക്കെയായി സന്തോഷത്തിൻ്റെ ഒരു ദിവസം തുടങ്ങുകയാണ്. അവൻ കൂടെയുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല. പിന്നെ പുറകിൽ മകളും ഭാര്യയും. ഇവൻ്റെ തമാശകൾ പറഞ്ഞ് അവരും ചിരിക്കുന്നു. വണ്ടി ഓടിക്കുന്നത് മരുമകനാണ്. അവന് ഡ്രൈവിങ്ങിൽ തന്നെയാണ് ശ്രദ്ധ. അവൻ കൂടുതൽ സമയവും തിരിഞ്ഞ് നോക്കാറില്ല. പക്ഷെ അവനെ ബുദ്ധിമുട്ടിക്കാനാണ് ഇവൻ തൊട്ടടുത്തിരിക്കുന്നത് തന്നെ. തൂമകുരു ജില്ലയിൽ കുനിഗൽ താലൂക്കിൽ ഏതിയൂർ എന്ന സ്ഥലത്ത് പ്രശസ്തമായ സിദ്ധലിംഗേശ്വര ക്ഷേത്രത്തിന്റെ പുറകിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു തടാകമുണ്ട്. അവിടെ ഇറങ്ങി. ഇതാണ് മരുമകന്റെ കുടുംബം. മരുമകന്റെ അച്ഛൻ, അമ്മ, സഹോദരി, അവരുടെ ഭർത്താവ്, അവരുടെ മകൾ, പേരക്കുട്ടി. ഇത്രയുമാണ് നമ്മുടെ യാത്രയിൽ കൂടെയുള്ളത്. എൻ്റെ പേരക്കുട്ടി എപ്പോഴും വികൃതി തന്നെ. സിദ്ധലിംഗേശ്വര ടെമ്പിളിന്റെ മുന്നിൽ നമ്മളെത്തി. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും ക്ഷേത്രത്തിനുള്ളിലെ വിശേഷങ്ങളും ചേർത്ത് മറ്റൊരു വീഡിയോയിൽ പറയാം. ബാംഗ്ലൂരിൽ നിന്നും ധർമ്മസ്ഥലത്തേക്കുള്ള യാത്രയിൽ കർണാടകയിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ഹാസന്റെ അടുത്തുകൂടിയാണ് വാഹനം പോകുന്നത്. അങ്ങ് ദൂരെ കാണുന്നതാണ് ഹാസൻ നഗരം. ബാംഗ്ലൂർ മംഗ്ലൂര് NH-75 ദേശീയപാതയിലൂടെയാണ് നമ്മുടെ യാത്ര. ഇത് ഹാസൻ നഗരത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നില്ല. ചരിത്രവും പാരമ്പര്യവും പ്രകൃതി ഭംഗിയും ഒരുപോലെ സ്വന്തമായുള്ള പ്രദേശമാണ് ഹാസൻ. പ്രത്യേകിച്ച് ഹൊയ്സാള രാജവംശത്തിന്റെ ചരിത്രവുമായി ഹാസന് വളരെ അടുത്ത ബന്ധമാണുള്ളത്. അതൊക്കെ അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാം. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഭൂപ്രകൃതിയിൽ വലിയൊരു മാറ്റം നമുക്ക് കാണാൻ കഴിയും. സമതല പ്രദേശങ്ങളിൽ നിന്ന് പതുക്കെ പശ്ചിമഘട്ട മലനിരകളിലേക്കാണ് യാത്ര. ഇപ്പോൾ നമ്മൾ കയറുന്നത് ശക്ലേഷ്പൂരിലെ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച മഞ്ജുരാബാദ് ഫോർട്ടിലേക്കാണ്. ശക്ലേഷ്പൂർ എന്ന സ്ഥലം കാപ്പിത്തോട്ടങ്ങൾക്കും സുഖവാസ കേന്ദ്രങ്ങൾക്കും പേരുകേട്ട സ്ഥലമാണ്. ശക്ലേഷ്പൂർ ടൗണിൽ നിന്നും 5 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 220-230 കിലോമീറ്റർ ഇവിടേക്ക് ദൂരമുണ്ട്. 988 മീറ്റർ ഉയരത്തിലുള്ള കുന്നിൻ മുകളിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. അത്രയും ദൂരം നടന്നു തന്നെ കയറണം. പണ്ടുകാലത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഈ കോട്ടയിൽ സൈനികരുടെ താമസ സ്ഥലങ്ങളും ആയുധശേഖരവും വെടിമരുന്ന് സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. കോട്ടയ്ക്കുള്ളിൽ പഴയ അറകളും കിണറും മറ്റ് സൈനിക നിർമ്മിതികളുടെ അവശിഷ്ടങ്ങളും കാണാൻ കഴിയും. ഈ കോട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ആകൃതിയാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം 8 മുനകളുള്ള ഒരു നക്ഷത്രത്തിൻ്റെ ആകൃതി കാണാൻ കഴിയും. ശക്ലേഷ്പൂർ കഴിഞ്ഞുള്ള യാത്ര തുടങ്ങുമ്പോഴാണ് ധർമ്മസ്ഥലത്തേക്കുള്ള യാത്രയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നത്. പശ്ചിമഘട്ടത്തിന്റെ മലനിരകൾക്ക് നടുവിലൂടെയുള്ള റോഡ്. ഇരുവശങ്ങളിലും നോക്കിയാൽ എങ്ങും പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും മലകളും ഇടതൂർന്ന കാടുകളും കാണാം. മഴക്കാലമായതിനാൽ മലകളിൽ നിന്നും താഴേക്ക് ഒഴുകിയെത്തുന്ന ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും യാത്രയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്നു. ഇവിടെ മനോഹരമായൊരു വെള്ളച്ചാട്ടമുണ്ട്. അത് കാണാനായി ഞങ്ങൾ വാഹനം നിർത്തി. ധാരാളം ആളുകൾ വെള്ളച്ചാട്ടത്തിന്റെ മുന്നിൽ നിന്നും ഫോട്ടോ എടുക്കുന്നു. മലയുടെ മുകളിൽ നിന്നും കുത്തിയൊഴുകി വരുന്നതാണ് ഈ ജലം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറേ മുകൾ ഭാഗം വരെ കാണാനാകും. അതൊരു പ്രത്യേകതയാണ്. അത് ഇത്ര വലുതല്ലെങ്കിലും ധാരാളം വെള്ളച്ചാട്ടങ്ങൾ ഓരോ മലമടക്കുകളിൽ നിന്ന് ഒഴുകി നിർത്തുന്നത് കാണാൻ കഴിയും. ധാരാളം ആളുകൾ
സൈഡിൽ നിന്നും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. ചില വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് ആളുകൾ കുളിക്കുന്നതും കാണാൻ കഴിഞ്ഞു. വീണ്ടും യാത്ര. ബാംഗ്ലൂരിൽ നിന്നും ആരംഭിച്ച നമ്മുടെ യാത്ര കുനിഗൽ, ഹാസൻ, സക്ലേഷ്പൂർ പിന്നിട്ട് ഏകദേശം 330 കിലോമീറ്റർ കഴിഞ്ഞു ധർമ്മസ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇന്നത്തെ യാത്രയുടെ ക്ഷീണം മാറ്റി വിശ്രമിക്കാനായി നമ്മൾ എത്തിയിരിക്കുന്നത് ധർമ്മസ്ഥലത്തെ സഹ്യാദ്രി ഗസ്റ്റ് ഹൗസിലാണ്. ധർമ്മസ്ഥലം KSRTC ബസ് സ്റ്റാൻഡിന് സമീപമാണ് സഹ്യാദ്രി ഗസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര ദർശനത്തിനായി എത്തുന്ന തീർത്ഥാടകർക്ക് ഏറ്റവും സൗകര്യമായ ഒരു സ്ഥലമാണിത്. ഇവിടെ എത്താൻ ഏറ്റവും അനുയോജ്യം രാത്രിയിലാണ്. കാരണം ബാംഗ്ലൂരിൽ നിന്ന് രാത്രിയുള്ള ബസ്സുകൾ രാവിലെ ഇവിടെ എത്തുകയും ക്ഷേത്രത്തിൽ വലിയ തിരക്കനുഭവപ്പെടുകയും ചെയ്യും. വൈകുന്നേരങ്ങളിൽ തിരക്ക് കുറവാകും. അതുകൊണ്ട് ഇത് തന്നെ ദർശനം നടത്തേണ്ടതുണ്ട്. അതുകൂടാതെ നാളെ മറ്റു ക്ഷേത്രങ്ങളും സന്ദർശിക്കേണ്ടതാണ്. ഞങ്ങൾ കുടുംബത്തോടൊപ്പം ധർമ്മസ്ഥലത്തെ ഭഗവാൻ ബാഹുബലി ഏകശിലാ പ്രതിമയുടെ മുന്നിലാണ്. ജൈനമതത്തിൽ വളരെ പ്രധാനപ്പെട്ട ആത്മീയ വ്യക്തിത്വമാണ് ഭഗവാൻ ബാഹുബലിക്കുള്ളത്. ത്യാഗത്തിൻ്റെയും അഹിംസയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും പ്രതീകമായാണ് ബാഹുബലിയെ ജൈനമത വിശ്വാസികൾ കാണുന്നത്. ധർമ്മസ്ഥലത്തെത്തിയാൽ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തോടൊപ്പം തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ ബാഹുബലി പ്രതിമ. ചരിത്രവും വിശ്വാസവും ശില്പകലയും പ്രകൃതി ഭംഗിയും ഒരുമിച്ച് ചേരുന്നതാണ് ഈ സ്ഥലം. ഇന്നത്തെ നമ്മുടെ യാത്രയുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായ ധർമ്മസ്ഥലത്തെ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയിരിക്കുന്നു. അതിൻ്റെ എല്ലാ വിശേഷങ്ങളും ചരിത്രവും മറ്റൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. രാത്രിയായിരിക്കുന്നു. ഇവിടെ തന്നെ എല്ലാവർക്കും ഫുഡ് കിട്ടി. ഒക്കെ കഴിച്ച് സംതൃപ്തരാണ്. പക്ഷേ തളർന്നു കഴിഞ്ഞു. എൻ്റെ മകൾ ഒരു ഭാഗത്ത് തളർന്നിരിക്കുകയാണ്. പിന്നിലെ ഓഡിറ്റോറിയത്തിൽ നിന്നും രാമായണ പാരായണവും അതിൻ്റെ വിവർത്തനവും കഥകളും കന്നഡയിൽ വിവരിക്കുന്നു. അത് കേട്ടിരിക്കുന്ന ധാരാളം ഭക്തർ എത്രയും വേഗം റൂമിലെത്തണം. 2ാം ദിവസം തുടങ്ങുകയായി. ഇതാണ് ദക്ഷിണ കന്നഡയിലെ കൊക്കടയ്ക്ക് സമീപമുള്ള പ്രസിദ്ധമായ സൗത്ത് ഡക്ക ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നോക്കൂ. സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ ഇവിടെ വലിയൊരു ഗർഭഗൃഹമോ ഗോപുരമോ ചുറ്റുമതിലോ ഒന്നും തന്നെയില്ല. ഞാൻ വിഗ്രഹത്തിന് മുന്നിൽ നിന്നും ഗണപതി ഭഗവാനെ തൊഴുതു. പ്രകൃതിയുടെ മടിയിൽ തുറസായ സ്ഥലത്താണ് ശ്രീ മഹാഗണപതി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗണപതിയെ ബൈലു ഗണപതി, അതായത് തുറസായ സ്ഥലത്തെ ഗണപതി എന്ന് വിളിക്കാറുണ്ട്. ഏതു സമയത്തും ഭഗവാനെ ഇവിടെ വന്ന് ദർശിക്കാൻ കഴിയും. മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ ശ്രീകോവിൽ അടച്ച് ഭക്തരെ മണിക്കൂറുകൾ ബുദ്ധിമുട്ടിപ്പിക്കുന്ന അവസ്ഥ ഇവിടെയില്ല. അതുപോലെ ഇവിടുത്തെ ഭക്തർ ധാരാളം മണികൾ വാങ്ങി ഭഗവാന് മുന്നിൽ കെട്ടുന്നു. അതാണ് ഇവിടുത്തെ വഴിപാട്. നമ്മുടെ 2 പകലും ഒരു രാത്രിയും യാത്രയുടെ അവസാനം നമ്മൾ എത്തിയിരിക്കുന്നത് ഇതാ കുക്കെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. ഇവിടെ എത്താൻ ധർമ്മസ്ഥലത്തു നിന്നും 55-60 കിലോമീറ്റർ ദൂരമുണ്ട്. മടങ്ങുന്ന വഴിയാണ്. അതാണ് എളുപ്പം. എല്ലാ സ്ഥലത്തിൻ്റെയും ഉൾഭാഗങ്ങളും ചരിത്രങ്ങളും മറ്റു വീഡിയോകളിൽ വിശദീകരിക്കും. ഇത്തരത്തിലുള്ള യാത്രകളും ചരിത്രവും പ്രാധാന്യമുള്ള സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളും ഇനിയും ഈ ചാനലിലൂടെ എത്തിച്ചുകൊണ്ടിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും പാർട്സ് ഓഫ് KS എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യാത്രയിൽ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷമായി കാണാം.